വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ് ആൻഡ് കോംപ്ലക്സ് സെന്റൻസ് ഇതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോ ഫ്രേസ് ആൻഡ് ക്ലോസ് ആ ഒരു ടോപ്പിക്കിലുള്ള അറിവ് ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. സിമ്പിൾ സെന്റൻസിലും കോമ്പൗണ്ട് സെന്റൻസിലും നിറയെ സെന്റൻസുകൾ നിങ്ങൾ എഴുതണം, എങ്കിലേ റിട്ടൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷിൽ വി ക്യാൻ ബ്രേക്ക് എനി ഗ്രാമർ റൂൾസ് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ റിട്ടൺ ഇംഗ്ലീഷിൽ അങ്ങനെ ഗ്രാമർ റൂൾസിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സ്പോക്കൺ ഇംഗ്ലീഷിൽ എന്തുകൊണ്ടാണ് വി ക്യാൻ ബ്രേക്ക് എനി ഗ്രാമർ റൂൾസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ഒരാളുടെ അടുത്ത് പറയണമെങ്കിൽ അവിടെ ഗ്രാമർ റൂൾസ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ വി ക്യാൻ ബ്രേക്ക് എനി ഗ്രാമർ റൂൾസ്, ബട്ട് റിട്ടൺ ഇംഗ്ലീഷിൽ എല്ലാ ഗ്രാമർ റൂൾസും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എഴുതി തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് നിറയെ സെന്റൻസുകൾ ഓരോ ടൈപ്പ് ഓഫ് സെന്റൻസിലും എഴുതുക. സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് വൺ മെയിൻ ക്ലോസ് വിത്ത് എ സിംഗിൾ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഇവിടെ സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? വൺ മെയിൻ ക്ലോസ്. അതാണ് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ സെന്റൻസിൽ ഒരേ ഒരു മെയിൻ ക്ലോസ്, ഒരേ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഒരേ ഒരു പ്രിൻസിപ്പൽ ക്ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള റൂള് മനസ്സിലാക്കുക. ഒരേ ഒരു സബ്ജക്റ്റ്, അതിന് മാച്ച് ചെയ്യുന്ന വെർബ്, ഒരേ ഒരു ഐഡിയ മാത്രം നമുക്ക് പറഞ്ഞു തരുന്ന സെന്റൻസുകളാണ് സിമ്പിൾ സെന്റൻസ്. റീന റൈറ്റ്സ് ആൻ എസ്സേ. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. റീന ഒരു എസ്സേ എഴുതുന്നു എന്ന് മാത്രം നമുക്ക് കൺവേ ചെയ്ത് തരുന്നു. ആ ഒരു സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ കുറേ സെന്റൻസുകൾ എഴുതണം. ഇപ്പൊ റീന എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് മാറ്റാം. ഇപ്പൊ വി ആണെങ്കിൽ വി റൈറ്റ് എ ഷോർട്ട് സ്റ്റോറി, ദേ റൈറ്റ് എ നോവൽ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള. ഇനി എസ്സേ, നോവൽ എന്നൊക്കെ ഉള്ളതിന് മാറ്റാം, അല്ലെങ്കിൽ വെർബിനെ തന്നെ നിങ്ങൾക്ക് മാറ്റാം. വി പ്ലേ ചെസ്, രാജു പ്ലേസ് ക്രിക്കറ്റ്. അങ്ങനെ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ സിമ്പിൾ സെന്റൻസിൽ എഴുതണം. പക്ഷെ അത് എഴുതുമ്പോൾ എന്ത് മനസ്സിലുണ്ടാവണം? സിമ്പിൾ സെന്റൻസ് ആണിത് എന്നുള്ളത്. സീയിങ് എ ഡോഗ് ദ ബോയ് റാൻ അവേ. ആ നായയെ കണ്ടതുകൊണ്ട് ആ ആൺകുട്ടി ദൂരേക്ക് ഓടിപ്പോയി എന്ന് പറയുന്ന ഈ സെന്റൻസ് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇവിടെ സീയിങ് എ ഡോഗ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ഒരേ ഒരു വെർബ് തന്നെ ഉള്ളൂ, ഒരേ ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തരുന്നു. ആ നായയെ കണ്ടതുകൊണ്ട് ദൂരേക്ക് ഓടിപ്പോയി ആൺകുട്ടി. അപ്പൊ ഇതേപോലെ സെന്റൻസുകളും നിങ്ങൾ എഴുതണം. സീയിങ് എ ഡോഗ് എന്ന് പറയുന്നത് ഫ്രേസ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് സീയിങ് എ സ്നേക്ക്, ദ ബോയ് കിൽഡ് ഇറ്റ് എന്ന് പറയാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആ ഒരു സീയിങ് എ ഡോഗിന് പകരം എന്താണ് തോന്നുന്നത് അത് മാറ്റിക്കൊണ്ട് ഈ സെന്റൻസിനെ മാറ്റി കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ തന്നെ സ്വയം എഴുതുക. ബീയിങ് സിക്ക്, ഹി വാസ് ആബ്സെന്റ്. സിക്ക് ആയതുകൊണ്ട് ആണ് അവൻ ആബ്സെന്റ് ആയിരുന്നത് എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ബീയിങ് സിക്ക് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെയും മാറ്റി എഴുതാം. ബീയിങ് ടയേർഡ്, ഹി വെന്റ് ഹോം. ടയേർഡ് ആയതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. ബീയിങ് ടയേർഡ്, ദേ ഡിഡ് നോട്ട് പ്ലേ വെൽ. ടയേർഡ് ആയതുകൊണ്ട് അവർ നന്നായി കളിച്ചില്ല. അതേപോലെ ബീയിങ് സിക്ക് വെച്ച് തുടങ്ങിക്കൊണ്ട് കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ എഴുതുക. കാരണം റിട്ടൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ സെന്റൻസ് എഴുതുക തന്നെ വേണം. എഴുതിയാൽ നിങ്ങൾക്ക് വേഗം അത് മനസ്സിലാവും, പിന്നെ നിങ്ങളത് മറക്കൂല. അപ്പൊ ആ ഒരു സിമ്പിൾ സെന്റൻസിൽ കുറച്ച് സെന്റൻസുകൾ എഴുതുക. കോമ്പൗണ്ട് സെന്റൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more മെയിൻ ക്ലോസസ് joined together with a coordinator. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസിൽ 2 മെയിൻ ക്ലോസസ് ഉണ്ടാവും. 2 മെയിൻ ക്ലോസ് എങ്കിലും ഉണ്ടാവണം. 2ൽ കൂടുതലും ഉണ്ടാവാം, പക്ഷെ മിനിമം 2 ക്ലോസ് എങ്കിലും ഉണ്ടാവും. അത് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ മെയിൻ ആയിട്ടുള്ള കുറച്ച് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫാൻ ബോയ്സ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർമ്മിച്ച് വെക്കുക. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ, എ ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഇതൊക്കെയാണത്. ഫോർ ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഇത് ഈ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് കൂടുതലായിട്ട് കോമ്പൗണ്ട് സെന്റൻസിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഒരു ടേം ഓർമ്മിച്ച് വെക്കുക. വരുൺ saw the dog and he ran away. അപ്പൊ 2 മെയിൻ ക്ലോസിനെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് എഴുതിയാൽ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആയി. വരുൺ saw the dog, വരുൺ നായയെ കണ്ടു. and he ran away,
അപ്പൊ ഇങ്ങനെ ഇതില് വരുൺ സോ ദ ഡോഗ് എന്നുള്ളത് പാർട്ട് ഒരു മെയിൻ ക്ലോസ് ആണ്. ഹി റാൻ അവേ എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. കാരണം ഈ ആൻഡിനെ മാറ്റിയിട്ട് ഇത് രണ്ട് സിമ്പിൾ സെന്റൻസ് ആക്കി നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ രണ്ട് സിമ്പിൾ സെന്റൻസിനെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് എഴുതിയാൽ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആയി. ഹി വാസ് എ റിച്ച് യെറ്റ് ഹി വാസ് എ മൈസർ. അവൻ റിച്ച് ആയിരുന്നു എന്നിട്ട് അവനൊരു പിശുക്കനായിരുന്നു എന്ന് പറയുന്ന ഈ സെന്റൻസ് യെറ്റ് എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രണ്ട് സിമ്പിൾ സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഇത് രണ്ട് മെയിൻ ക്ലോസ് ആണ്. ഇതിനെ കൂട്ടിച്ചേർത്ത് എഴുതാൻ വേണ്ടി ഏത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു? യെറ്റ്. ഇവിടെ നമുക്ക് ആൻഡ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അവൻ റിച്ച് ആയിരുന്നിട്ടും അവനൊരു പിശുക്കനായിരുന്നു. അപ്പൊ ഇതിലൊക്കെ തന്നെ നിങ്ങൾ സെന്റൻസുകൾ എഴുതണം. ഇപ്പൊ വരുൺ സോ ദ ഡോഗ് എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഇതേപോലെ സ്ട്രക്ചർ ഉള്ള സെന്റൻസുകൾ എഴുതുക. ഹി വാസ് റിച്ച് യെറ്റ് ഹി വാസ് എ മൈസർ. ഷീ വാസ് ഇന്റലിജന്റ് യെറ്റ് ഷീ വാസ് നോട്ട് ഹാപ്പി. അവൾ ഇന്റലിജന്റ് ആയിരുന്നു എന്നിട്ടും അവൾ ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെ കുറച്ച് യെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുക സെന്റൻസുകൾ. ദ ബാഗ് ഈസ് ഹെവി ആൻഡ് സോ ഐ കനോട്ട് ക്യാരി ഇറ്റ്. ഈ ബാഗ് ഹെവിയാണ് ആൻഡ് സോ അതുകൊണ്ട് തന്നെ എനിക്കത് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ എഴുതുക. ദ ടേബിൾ ഈസ് ഹെവി ആൻഡ് സോ ഐ കനോട്ട് മൂവ് ഇറ്റ്. അങ്ങനെ എഴുതാം. അപ്പൊ ഇതിലെ സബ്ജക്റ്റ് മാറ്റിക്കൊണ്ടും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ കുറച്ച് സെന്റൻസ് ഇതുപോലെ ഉപയോഗിക്കുക. കോംപ്ലെക്സ് സെന്റൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ മെയിൻ ക്ലോസ്, വൺ or more subordinate clauses together. അപ്പോൾ കോംപ്ലെക്സ് സെന്റൻസുകൾ ഒരു മെയിൻ ക്ലോസ് നിർബന്ധമായിട്ടുണ്ടാവണം, എന്നാൽ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ചേർന്നതാണ് കോംപ്ലെക്സ് സെന്റൻസ്. ആഫ്റ്റർ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് ഷീ വെന്റ് ടു മാർക്കറ്റ് എന്ന് പറയുന്ന ഈ സെന്റൻസ് ഒരു കോംപ്ലെക്സ് സെന്റൻസ് ആണ്. കാരണം ഒരു ഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ട്. ഏതാണ് ഡിപെൻഡന്റ് ക്ലോസ് അഥവാ സബോർഡിനേറ്റ് ക്ലോസ്? ആഫ്റ്റർ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് പറയുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. കാരണം തുടങ്ങിയിരിക്കുന്നത് ആഫ്റ്റർ എന്നുള്ളതാണ്. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസ് ഒക്കെ അധികം തുടങ്ങാറ് എങ്ങനെയാണ്? ഒന്നുകിൽ സബോർഡിനേറ്റ് കൺജങ്ഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ. അതുകൊണ്ടാണ് അതിന് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ സഹായം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ ക്ലോസിന്റെ സഹായം അതിന് വേണ്ടി വരുന്നത് ഒരു സെന്റൻസ് ആവാൻ. വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഷീ വെന്റ് ടു മാർക്കറ്റ്, അവൾ മാർക്കറ്റിലേക്ക് പോയി. ആഫ്റ്റർ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവൾ മാർക്കറ്റിലേക്ക് പോയി. ആഫ്റ്റർ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് ഷീ വെന്റ് ടു കോളേജ്. ആഫ്റ്റർ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് ഷീ വെന്റ് ടു സ്കൂൾ. എങ്ങനെയാണോ കുറെ സെന്റൻസുകൾ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റുന്നത് അതുപോലെ എഴുതുക. The smell which comes from this room is very good. ഇവിടെ ഈ സെന്റൻസിൽ മെയിൻ ക്ലോസിന്റെ ഇടയിലാണ് സബോർഡിനേറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. ഏതാണ് മെയിൻ ക്ലോസ്? ദ സ്മെൽ ഈസ് വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സബോർഡിനേറ്റ് ക്ലോസ് ഏതാ? വിച്ച് കംസ് ഫ്രം ദിസ് റൂം എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയും വരാറുണ്ട് കോംപ്ലെക്സ് സെന്റൻസുകളിൽ. കാരണം കോംപ്ലെക്സ് സെന്റൻസിൽ എന്താണ് അതിന്റെ സ്ട്രക്ചർ? മെയിൻ ക്ലോസും ഉണ്ടാവും, സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. വിച്ച് കംസ് ഫ്രം ദിസ് റൂം, ഈ റൂമിൽ നിന്ന് വരുന്ന എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വിച്ച് എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ കോംപ്ലെക്സ് സെന്റൻസുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. പക്ഷെ നിർബന്ധമായിട്ടും സിമ്പിൾ സെന്റൻസ് എഴുതണം, കോമ്പൗണ്ട് സെന്റൻസ് എഴുതണം. കോംപ്ലെക്സ് സെന്റൻസ് പിന്നീട് നിങ്ങൾക്ക് നീറ്റായിട്ട് അത് മനസ്സിലാവുകയും നിങ്ങളത് എഴുതുകയും ചെയ്യും.